അപ്പോൾ അതുപോലെ അശ്വതി വിശ്വനാഥനുണ്ട് നമുക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ മഴ പെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ വലിയ മഴ പെയ്യുന്നില്ല. എന്നാൽ വെയിൽ ഇല്ലേന്ന് ചോദിച്ചാൽ വെയിലുണ്ട്. അപ്പം എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈം ആണല്ലോ അല്ലേ. ഈ വെക്കേഷൻ ടൈമിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു ചടപ്പൊക്കെ തുടങ്ങും. ഈ വെയിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, പക്ഷെ മഴയാണെങ്കിൽ നമുക്കൊരു ചടപ്പൊക്കെ തോന്നും അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ, എന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്തൊക്കെ വേണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് പതിവ് പോലെ കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഇവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മറ്റ് ജില്ലകളിൽ പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ മഴയില്ലെന്ന് പറയാൻ പറ്റില്ല. നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. കന്യാകുമാരി തീരം, മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗങ്ങൾ, അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം. ഈ കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് നോക്കാം. അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം. അതായത് ഈ ഉയർന്ന തിരമാലകൾ കാരണം അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. അടുത്തതായി ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കണം. അടുത്തതായി പറയുന്നത് ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ഈ വള്ളം, ബോട്ട് മുതലായവയാണ് യാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. ഈ വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മഴയുടെ അവസ്ഥ. ഇന്ന് നമുക്ക് ചൂടറിയണം അല്ലേ. പതിവ് പോലെ കേരളത്തിലെ താപനില പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് താപനില. കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 35 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഈ 3 ജില്ലകളിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മഴയും ചൂടുമൊക്കെ. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പുകളും വിശേഷങ്ങളും. ചെയ്തു ശരി അശ്വതി. ഇപ്പോൾ അശ്വതി പറഞ്ഞ അനുസരിച്ചൊക്കെ നമുക്ക് ഈ ദിവസം പ്ലാൻ ചെയ്യാം.